8 മണി. നമ്മൾ 24 hours നോ സ്ലീപ്പിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാളെ 8 മണി ആവുന്നത് വരെ നമ്മൾ ഇനി ഉറങ്ങുന്നില്ല. സംഭവം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 8 PM ആണ്. അതിപ്പോൾ രാത്രി 8 മണിയാണ്. അതായത് ഞാൻ എണീറ്റിട്ട് കുറേ നേരമായി, പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ചാലഞ്ച് സ്റ്റാർട്ട് ആക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ട്, അത് ചെയ്ത് ഇപ്പോൾ സമയം കളയാമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണിൽ ഗെയിമും റീലും ഒക്കെ കണ്ടിരിക്കാം. നമ്മൾ ഉറങ്ങാതിരിക്കും. ഇന്ന് രാത്രി കിടന്നു കിട്ടിയാൽ പിന്നെ രാവിലെ അത്ര സീനി ഉണ്ടായില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റന്നാളെന്ന് പറയുന്നത് സൺഡേ ആണ്, അപ്പോൾ കുഴപ്പമില്ലല്ലോ, ഉറങ്ങാമല്ലോ സൺഡേ കുറേ നേരങ്ങൾ. ഞാനങ്ങനെ ഇതുവരെ ഉറങ്ങാതെ ഒന്നും ഇരുന്നിട്ടില്ല. ഈ എക്സാമിൻ്റെ ടൈമിലൊക്കെയാണ് പിന്നെ ഉറക്കം കുറവായിട്ടുള്ളത്. എന്നാലും ഞാൻ ഉറങ്ങും. ഒരു മണിക്കൂർ 2 മണിക്കൂറെങ്കിലും ഞാൻ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇത് ആദ്യമായിട്ടാണ് അപ്പം ഉറങ്ങാതെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. നോക്കാം. അങ്ങനെ ഒന്നുമില്ല, ഒറ്റ മൈൻഡ്, നമ്മൾ ഉറങ്ങാതെ ഇരിക്കും. ഇത്ര നേരം എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനും കൂടെ പോയി. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ പോയി. 4 ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. 22 hours 30 minutes കൂടെ മാത്രമേ ഇനി നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളൂ. ഫുഡ് ബുക്ക് 12 മണി കഴിഞ്ഞ്. ഇനിയാണ് പ്രശ്നമാകാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഇതുവരെയും ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ആ സംഭവമില്ല, അത് ചെയ്തു തീർത്തില്ല. 8 എണ്ണം മാത്രമേ ഇത്രയും നേരമായിട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഞാനിങ്ങനെ ഹോംവർക്ക് ചെയ്തപ്പോൾ നേരത്തെ ഒരു വീഡിയോ എടുത്തില്ലേ, അത് എഡിറ്റ് ചെയ്യാൻ പോയി. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്നിട്ട് ഇത് കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് അപ്ലോഡായി. പിന്നെ അതിൻ്റെ പുറകെ ഷോർട്സ് ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സ്റ്റോറി ഇടണം, പിന്നെ അതിൻ്റെ ലിങ്ക് സ്റ്റോറി ആയിട്ട് ഇടണം. പിന്നെ അങ്ങനെ പോയി സ്റ്റോറി ഇടാൻ പോയെങ്കിൽ പിന്നെ അറിയാലോ, പിന്നെ റീല് സ്ക്രോൾ ചെയ്ത് അങ്ങനെ അങ്ങ് ഇരുന്നു. അങ്ങനെ സമയം ഇത്രയും പോയി. പിന്നെ നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നത് നിർത്തി. കാരണം ഇനിയും ചെയ്താൽ മടുപ്പ് വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറക്കം വരത്തില്ല, അതുകൊണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗെയിം കളിച്ചു. അതിന് നേരെ റീല്, ഷോർട്സ്, അങ്ങനെ സമയം കളഞ്ഞു. 2 മണിയായിരിക്കണം. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഞാൻ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. കുറേ നേരമായി ഞാൻ ഈ കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കും. പക്ഷെ ഇതുകൊണ്ട് മാത്രം എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ മാക്സിമം നോക്കി. ഇനി നമുക്ക് കുറച്ച് നേരം TV ആണ്. ഇത്ര നേരം ഫോൺ കാണുമായിരുന്നെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കാം. കൊച്ചു TV ഹാപ്പി കിഡ്. വാവ്, ഇതും കണ്ട് കുറച്ച് നേരം ഇരിക്കുക. 3 o'clock ആയിരിക്കുകയാണ്. ആൻഡ് കറണ്ട് പോയി, മഴ പെയ്തു. നമ്മൾ ഈ ചാലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റിക്കാർ പണി തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനവിടെ ഡേഞ്ചർ മൗസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കറണ്ട് പോയത്. ഉറക്കം വരുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഉറക്കം. അതുകൊണ്ട് സീനില്ല. 4, 5, 6, 3 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നേരം വരും. പിന്നെ സീനില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ TV കാണാമായിരുന്നു, അല്ലെങ്കിൽ ചുമ്മാ അതുവരെയൊക്കെ നടക്കുകയാണ്. ഇപ്പം കറണ്ടില്ല, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി. അച്ഛനമ്മ ഉറങ്ങുവാണ്, ഞാൻ മാത്രം അറിയാലോ, പേടിയൊക്കെ വരുന്നുണ്ട്. എന്താ പറയണമെന്ന് അറിയത്തില്ല, സോൺ ഔട്ടായി കിടക്കുക. ഗൈസ്, കറണ്ട് വന്നിരിക്കുകയാണ്. കറണ്ട് വന്നപ്പോഴത്തേക്കും 4 മണി ആവാനായിട്ടാണ് സമയം. അതിന് എനിക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. TV കാണുന്നതിനും കുറച്ച് നേരം ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. പഠിക്കുവാണെങ്കിൽ ഉറക്കം വരും. നേരത്തെ പഠിച്ചതല്ല, ഒരു ഹോംവർക്ക് ചെയ്തതേ ഉള്ളൂ. ദൈവം എനിക്ക് ഉറക്കം വരാൻ പറയും. പിന്നെ ഞാൻ അടച്ചു വെച്ച്. സമയം ഇപ്പം 4:30. പിന്നെ 5 മണിയാവും. പിന്നെ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ രാവിലെ ആവും. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല. രാത്രി 8 മണി ആകുമ്പോഴേ 24 hours ആവത്തുള്ളൂ. എങ്കിലും രാവിലെ ആകുമ്പോൾ ഈ ടയേർഡ്നെസ് ഒക്കെ പോകും എന്നതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ഫൈനലി 5:30 ആവാറായി. ഞാൻ നിങ്ങളോട് മറച്ചു വെച്ച മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇന്ന് കോളേജുണ്ട്. അപ്പം ഇനി നമുക്ക് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം.
നല്ല ഉറക്കമൊക്കെ കിട്ടിയിട്ട് കോളേജിൽ പോയാലും ഒരു ലെക്ചർ കേൾക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. ആൻഡ് പിന്നെ എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ രാവിലെ 6:40 6:50 നമ്മുടെ ബസ് വരും. എന്നിട്ട് കോളേജ് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ബസ്സിൽ കയറണം. ബസ്സിൽ കയറുമ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയാലോ എന്നൊരു സംശയം, ഒരു പേടി. വേറെ പ്രശ്നമൊന്നുമില്ല. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ കോളേജിലെത്തി. ആദ്യമുണ്ട് ഒരു കാര്യത്തിന് അന്നില്ല, ഒന്നും കൂടെ വന്നില്ലേ? ഒന്നും കൂടെ വെച്ചോ. തരാൻ വേണ്ടിട്ട് നല്ല തരുന്ന ഒരാള്. ഇതൊരു ചാലഞ്ച് പോയിക്കൊണ്ടിരിക്കുക. എന്നാ ചാലഞ്ച് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്ത് ചാലഞ്ച്? ആലോചിച്ച് നോക്കി. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടോ? അതൊന്നും അത് പിന്നില്ലെന്നറിയാം. മണ്ണിലെത്തുന്ന വരെ പിടിച്ചു നിന്നു. അതിന് പോയി. പിന്നെ കഞ്ഞിക്കുഴി ആയപ്പോഴാണ് ബോധം വരുന്നത്. ഇപ്പം ഞാൻ എനർജറ്റിക് ആയി. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എത്തുമ്പോൾ അതായത് രാവിലെ ആകുമ്പോൾ ഞാൻ എനർജി ആവുന്നു. ഗൈസ്, നിങ്ങൾ ആ സൈറൺ കേൾക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അത് 8 മണിയുടെ സൈറണാണ്. സോ നമ്മൾ നമ്മുടെ ജേണിയുടെ പകുതി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഗസ് കിട്ടിയോ? ഇത് വളരെ ആലോചനയിലാണ് എന്താണ് ചാലഞ്ച് കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ എന്തായാലും ചാലഞ്ചിൻ്റെ പകുതിയോളം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. ഫസ്റ്റ് പീരീഡ് അക്കൗണ്ടൻസി ആയിരുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. സെക്കൻഡ് പീരീഡ് ഞാൻ എങ്ങനെ എഴുതുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇൻ്റർവെല്ലാണ്. ഇൻ്റർവെല്ലിൽ പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് എവിടം വരെ പോകുന്നത് എനിക്കിപ്പോഴും അറിയത്തില്ല. ബിക്കോസ് ടൈം കൂടുന്തോറും ഭയങ്കരമായിട്ട് വീക്കായി വന്നുകൊണ്ടിരിക്കാം. ഓക്കെ ഗൈസ്, ക്ലാസ് തീരാറായി. 3 അവർ കഴിഞ്ഞു. ഫസ്റ്റ് അവർ പ്രോബ്ലം ചെയ്തുകൊണ്ട് സീനില്ലായിരുന്നു. സെക്കൻഡ് അവർ 50-50. ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലാത്ത അങ്ങനത്തെ ഒരു സംഭവം. ലാസ്റ്റ് പീരീഡ് ക്യൂറ്റി തന്നെയായിരുന്നു. പ്രോബ്ലം ആയിരുന്നെന്ന് പറഞ്ഞാൽ തലയിലോട്ടൊന്നും കയറുന്നില്ലായിരുന്നു. എൻ്റെ മൈൻഡ് ഫുള്ള് പോയി കിടക്കുന്നു. എൻ്റെ സോൺ ഔട്ടായി കിടക്കുമായിരുന്നു. ക്ലാസ് കഴിഞ്ഞു. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. ചാലഞ്ച് എന്താണെന്ന് പിടികിട്ടിയാലോ? ചാലഞ്ച് പിടികിട്ടിയിരിക്കുന്നത് പറയട്ടെ. ഞാൻ 24 hours നോ സ്ലീപ്പിംഗ് ചാലഞ്ച് ചെയ്യുക. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. കണ്ടാൽ പറയുമോ? നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട് കൊണ്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് എന്തൊക്കെയോ പോലെ ഇരിക്കുന്നുള്ളൂ ഞാൻ. ആൻഡ് എല്ലാവർക്കും ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ സർപ്രൈസ്ഡാണ്. അവർ പറയുന്നത് ഉഡായിപ്പോന്ന്. പക്ഷേ സത്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെയൊന്നും അല്ലെന്ന്. 8 മണി വരെ പറ്റും ഗൈസ്, പറ്റും. കാരണം എനിക്ക് ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഉറക്കമുണ്ട്, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റും. 8 മണി അതുവരെ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ വന്നു, ഭക്ഷണം കഴിച്ചു. എത്ര നേരവും ഷൂട്ട് ചെയ്തതൊക്കെ എഡിറ്റാക്കി. ആൻഡ് അപ്പോഴത്തേക്കും ടൈമെന്ന് പറയുന്നത് 4 മണി ആയിരിക്കുകയാണ്. 20 മണിക്കൂർ കംപ്ലീറ്റായി. ഇനിയും 4 മണിക്കൂർ മാത്രം ബാക്കി. നമ്മളിനി ഒന്ന് ഫ്രഷ് ആവാൻ പോവാണ്. അപ്പോഴത്തേക്കും എനർജി കുറച്ച് കൂടി കിട്ടും. നമ്മൾ എന്തായാലും ഈ 4 മണിക്കൂറും കൂടെ ബാക്കി അത് കംപ്ലീറ്റ് ആക്കും. 24 മണിക്കൂർ നോ സ്ലീപ്പിംഗ് ചാലഞ്ച് കംപ്ലീറ്റ് ആക്കും. 6:15 അടുക്കുന്നു. ഇനി ഒരു 2 മണിക്കൂറും കൂടെ ഉള്ളൂ. പക്ഷേ ഞാൻ പോലും അറിയുന്നില്ല എൻ്റെ കണ്ണൊക്കെ അടയുന്നത്. അപ്പം നമുക്ക് പുറത്തൂടെ ഒന്ന് നടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഒരു മാവുണ്ട്. ആ മാവിൽ മുഴുവൻ ഐസ്ക്രീമിൻ്റെ ഇത് കെട്ടിത്തൂക്കിയിട്ടേക്കാണ്. പിന്നെ കിളീനെ കാണിച്ചത്. പാമ്പൊക്കെ വരും ദിവസം. അത് പാമ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ 2 ലെയർ പ്രൊട്ടക്ഷൻ. നിനക്ക് ഒന്നും ആരും തിന്നാൻ തരാറില്ലല്ലേ?
കണ്ടോ, സ്ട്രൈക്കിന് മാത്രമേ സ്നേഹമുള്ളൂ. ഞാനും കിളിക്കുട്ടിയുള്ളൂ. കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നല്ല എനർജിയാണ്, പക്ഷെ വീട്ടിൽ വന്നിട്ട് എൻ്റെ എനർജി എല്ലാം ഗൈസ് 1 മണിക്കൂർ കൂടെ അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ 24 hours നോ സ്ലീപ്പിംഗ് ചാലഞ്ച് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. 1 മണിക്കൂറൂടെ എന്നിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. 8 മണി, സമയം 8 മണി. ഇന്നലെ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത അതേ സമയം ഇതാ വീണ്ടും ആയിരിക്കാം. നമ്മൾ 24 hours നോ സ്ലീപ്പിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. 24 മണിക്കൂർ നമ്മൾ ഉറങ്ങാതെ നിന്നു. അപ്പോൾ നാളെ 8 മണി ആവുന്നത് വരെ നമ്മളിനി ഉറങ്ങുന്നില്ല. അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ നല്ല തലവേദന, കണ്ണുവേദന, പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക എന്നുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നുണ്ട് ഉണ്ടാകും. ഇതല്ലാതെ വേറെ കാര്യങ്ങളുണ്ടാകും. പക്ഷെ എനിക്കിപ്പം ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ പോസിറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ 24 മണിക്കൂർ എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ചാലഞ്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് ഇനി തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇത് എനിക്കറിയത്തില്ല, ഇത് പറ്റുമെന്ന് അറിയത്തില്ല. ടൈം കൂടുന്തോറും ഭയങ്കരമായിട്ട് വീക്കായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നൊരു ദിവസം കണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഉറക്കം വന്നപ്പോൾ കടന്ന് ഉറങ്ങായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ നോക്കാം, കുറച്ചും കൂടെ പോയി നോക്കാം എന്നൊക്കെ വിചാരിച്ച് ചെയ്ത് 24 മണിക്കൂർ വരെയും നമുക്ക് പോകാൻ പറ്റി. എനിക്ക് നല്ല അങ്ങനെ ഉറങ്ങുന്നു. പക്ഷേ 8 മണി വരെ പറ്റി. അങ്ങനെ ഒന്നുമില്ല, ഒറ്റ മൈൻഡ് നമ്മൾ ഉറങ്ങാതെ ഇരിക്കും. 24 മണിക്കൂർ നോ സ്ലീപ്പിംഗ് ചാലഞ്ച് കംപ്ലീറ്റ് ആക്കും. തുടങ്ങി വെച്ചത് പൂർത്തീകരിച്ചു. നമ്മളെ ഇടയ്ക്ക് നിർത്തി വെച്ചില്ല, പക്ഷെ നമ്മളത് പൂർത്തീകരിക്കുന്നത് വരെ പോയി അല്ലേ. പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഇതുമുണ്ട്. ഇനി എനിക്ക് ഉറങ്ങണം, അത്രേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ലൈഫൊക്കെ സാക്രിഫൈസ് ചെയ്തല്ലേ, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.